രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ഞാനിന്ന് പുതിയ കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ള അച്ചിമൻസിൻ്റെ പ്ലാന്റ് നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല സ്റ്റോക്ക്, ഒരുപാട് സ്റ്റോക്ക് ബാക്കിയുണ്ട്. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല ചെടികളാണ്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം 10 പ്ലാന്റിൻ്റെ കോംബോ ആണ്. ഇനി 8 വെറൈറ്റിയാണ് ബാക്കിയുള്ളത്. 8 വെറൈറ്റിക്ക് 320 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ആദ്യം 10-12 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കളറൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. ഇനി ആയി വരുന്നുണ്ട്, ചെറുതാണ്, നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് 8 പ്ലാന്റിന് 320. അപ്പോഴേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബ്രോമിലൈഡ് എന്ന് പറയുന്ന ചെടികളാട്ടോ. നല്ല വെറൈറ്റി ഉള്ള നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട് താനും. ഈ ചെടിയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ചെടിയൊന്നും അല്ല കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നില്ല എന്നല്ല, ഇതുണ്ട്. പക്ഷേ ഇതല്ല ഇന്നത്തെ വീഡിയോയിലെ താരം. ഇതിൻ്റെ ചെറുതാണ്. ഇതൊക്കെ ഭയങ്കര റിച്ചാണ്. ഇതിന് ഓരോന്നിന് 1250 രൂപ, 1600 രൂപയൊക്കെ റേറ്റ് ഉള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. റേറ്റ് ഉണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ. പിന്നെ ഇലകളിലെ വൈവിധ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വെരിഗേറ്റഡ് ഉണ്ട്, റോസ് ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ നല്ല ഗ്രീൻ ഉണ്ട്, അതുപോലെ പീച്ച് കളറുണ്ട്. പല കളറിലുണ്ട് കേട്ടോ. പൂവുള്ളതുണ്ട്, പൂവായിട്ടില്ലാത്തതുണ്ട്, പൂവായതുണ്ട്. അങ്ങനെ പല കളറ് ബ്രോമിലൈഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ. 1250-ൻ്റെതുണ്ട്, 1600 രൂപേൻ്റെതുണ്ട്. ഇതും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഈ ബ്രോമിലൈഡ് അല്ല, കുറച്ചുകൂടി ചെറിയ ചെടികളാണ്, പൂക്കളോട് കൂടിയ ചെടികളുമാണ്. ഞാനതിൻ്റെ പ്ലാന്റ് സൈസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. എന്നാലാണ് ബ്രോമിലൈഡിൻ്റെ വെറുതെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാനും കാണാനും ഒക്കെ നല്ലതല്ലേ. അപ്പോൾ ഞാനത് അടുത്തത് എല്ലാ ചെടികളുടെയും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരുവിധം എല്ലാ ബ്രോമിലൈഡിൻ്റെയും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തോന്നുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഓടിച്ച് തീരുമ്പോഴേക്കും നമുക്ക് കുറേ ലെങ്ത്ത് വരും. അതുകൊണ്ട് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്തത് ചേർക്കുകയാണേ. ബ്രോമിലൈഡുകളെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഈർപ്പമുള്ള സാഹചര്യം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ബ്രോമിലൈഡുകൾ. അത് മരത്തിൻ്റെ ചോട്ടിലും അതുപോലെ ഷെയ്ഡിൽ, നമുക്ക് പോർച്ചിൽ ഒക്കെ ആയിട്ട് നന്നായിട്ട് വളരും കേട്ടോ. അധികം സൂര്യപ്രകാശം പറ്റില്ല, കേടായിപ്പോൾ. ഇതിൻ്റെ ഇലകളുടെയൊക്കെ നിറം മങ്ങുക അല്ലെങ്കിൽ കളർ മാറുകയൊക്കെ ചെയ്യും. അതുപോലെ മഞ്ഞുകാലം ഉണ്ടല്ലോ, മഞ്ഞുകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുപ്പ് അത്ര ഒരുപാട് പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ ഈ ചെടികളെ ചൂട് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. അപ്പോഴാണെങ്കിൽ ചെറിയ പോട്ടുകളാണ് നമുക്ക് ഈ ചെടികൾ നടാൻ നല്ലത്. അതായത് ഈ ചെടി ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത് വളരെ ചെറിയ പോട്ടിലാണ് വളർത്തിയിട്ടുള്ളത്. പക്ഷേ നോക്ക്, പോട്ട് നിറഞ്ഞ് നല്ല തിക്കായിട്ട് നിറഞ്ഞ് പുതിയ തൈകൾ അതിനകത്ത് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ പോട്ടുകളിൽ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ബുഷിയായിട്ട് അത് തിക്കായിട്ട് വളരും കേട്ടോ. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നല്ല ഡ്രെയിനേജ് ഉള്ള പാത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളത്. വസന്തകാലത്തും വേനൽക്കാലത്തും ഈ ചെടികൾ വളരെ ആരോഗ്യത്തോടെ വളരും. ആ സമയത്താണ് നമ്മളിതിന് വളപ്രയോഗം നടത്തേണ്ടത്. അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള വളമാണ് നല്ലത്. പിന്നെ നമുക്കറിയാമല്ലോ, ജീവാമൃതം, അതുപോലെ പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്ന വളവും ജീവാമൃതവും നല്ലതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് തോന്നും. ജീവാമൃതം വീടുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റ് ഒരു പരിധി വരെ മാറ്റാനും പറ്റും. അതുപോലെ തന്നെ നല്ല വളമാണ്. അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലേ, അതിപ്പോൾ മീൻ നന്നാക്കിയ ബാക്കി വരുന്നതാണെങ്കിലും പച്ചക്കറീൻ്റെ വേസ്റ്റ് ആണെങ്കിലും ഒക്കെ എടുത്തിട്ട് നമുക്ക് ജീവാമൃതത്തിലേക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. അത് മീൻ നന്നാക്കിയതിൻ്റെ വേസ്റ്റും കുറച്ച് വെല്ലവും പിന്നെ കുറച്ച് കേടായ പഴവും കൂടി ഞെരടിയിട്ട് ഒരു പച്ചച്ചാണകം കിട്ടുമെങ്കിൽ ശകലം പച്ചച്ചാണകവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ നിറച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തെളി ഊറ്റിയെടുത്തിട്ട് ഡൈല്യൂട്ട്, അതാണ് ജീവാമൃതം. പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുപ്പി കുറച്ച് ഓട്ടയൊക്കെ ഇട്ടിട്ട്, പിന്നെ അങ്ങനെയൊക്കെയാണോ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഒരു ലെയർ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ ദിവസത്തെയും അടുക്കള വേസ്റ്റ് അതിലേക്ക് ഇടുക, കുറച്ച് ചകിരിച്ചോറ് ഇട്ട് വയ്ക്കുക. അങ്ങനെ വെക്കുമ്പോൾ അത് നല്ലോണം ടൈറ്റായി നിറഞ്ഞു വരുമ്പോൾ ആ കുപ്പി നല്ലപോലെ മൂടി മാറ്റി വയ്ക്കുക. വേറൊരു കുപ്പി എടുക്കുക, ഒരു ഭരണി എടുക്കുക. കുപ്പി എന്ന് പറയുമ്പോൾ ചെറിയ കുപ്പിയൊന്നല്ല ഉദ്ദേശിച്ചത്, ഒരു വലിയ ഭരണി, മിഠായി ഭരണി പോലത്തെ ഭരണി എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു 15 ദിവസം ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും അത് നിറയും. നമുക്ക് നല്ല ഒന്നാന്തരം വളം കിട്ടും. അതൊക്കെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഓരോ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചെടികൾ നടുന്ന പോട്ടിംഗ് മിക്സിലേക്കും അത് നമുക്ക് ചേർക്കാം കേട്ടോ. പറഞ്ഞ് നമുക്ക് വീഡിയോയ്ക്ക് പിന്നെ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ വേഗം വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇവയെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പൂക്കൾ കൊഴിയാറാകുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ബ്ലേഡ് അണുവിമുക്തമാക്കിയിട്ട്, ബ്ലേഡോ കത്തിയോ എന്താണെങ്കിലും നമ്മൾ അത് അണുവിമുക്തമാക്കണം. എന്നിട്ട് പൂവിൻ്റെ തണ്ട് മുറിച്ച് മാറ്റാം. ചെടിക്ക് കേടുപാട് വരാതെ അടുപ്പിച്ച് മുറിക്കണം.
പകൽ കൂടുതലുള്ള ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിൽ ഇവയെ വെട്ടിയൊരുക്കാം എന്ന് കേട്ടിട്ടുണ്ട്. വെട്ടിയൊരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ തണ്ട് വൃത്തിയാക്കാം, മുറിച്ച് കളയാം. അതുപോലെ കേടായ ഇലകളൊക്കെ മുറിച്ച് കളയാം. അങ്ങനെ ഈ ചെടികളെ വൃത്തിയാക്കി എടുക്കുന്നത് നമുക്ക് അങ്ങനെ ഒക്ടോബർ 25 ഏറ്റവും വലിയ ദിവസം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒക്ടോബർ 25 ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടുള്ള കാലമാണെങ്കിൽ ചെടികളെ തണുപ്പുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ അങ്ങനെ ഇത്രയൊക്കെയാണ് എനിക്ക് ബ്രോമിലൈഡിനെ കുറിച്ച് അറിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരുവിധം എല്ലാ ബ്രോമിലൈഡിൻ്റെയും ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെയിലിന് എടുത്ത ചെറിയ ചെടികൾ കണ്ടില്ലേ, നിറയെ പൂക്കളുള്ള ആ ചെടി ഒരെണ്ണത്തിന് 425 രൂപയാണ് വരുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞില്ല, നല്ല റിച്ച് ആയിട്ടുള്ള ചെടിയാണിത്. നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാൻ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, ഇത് കുറച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് യാത്രയായി കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഇതിനൊരു വാട്ടം പോലെ തോന്നുന്നത്. 2-3 ദിവസം കൊണ്ട് ഇതങ്ങ് ഉഷാറാവും കേട്ടോ. നമ്മൾ ദൂരത്തുനിന്ന് കൊണ്ടുവരുന്ന ചെടികളല്ലേ, അതുകൊണ്ടാണ് അതിങ്ങനെ ആവുന്നത്. അപ്പോൾ വളരെ നല്ല ചെടികളാണ്. നമുക്കൊരു പൂന്തോട്ടമൊക്കെ തുടങ്ങുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല റിച്ചായിട്ട് സ്റ്റാൻഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ല ഒന്നാന്തരം ചെടികളാട്ടോ. താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. ഈ നമ്പറിൽ തന്നെ എന്നെ കോൾ ചെയ്യാനും പറ്റും കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്തഭിപ്രായമാണെങ്കിലും, നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും, നെഗറ്റീവ് പറയല്ലേ, നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് ഇട്ടോളൂ കേട്ടോ. അതുപോലെ തന്നെ പറ്റുമെങ്കിലൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണേ. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവർക്കും ബൈ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുകയാണേ.